Praise the Lord. Praise the Lord. Hallelujah. 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 ഒരു ക്ഷണം നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഓർമ്മയും ഭാവനയും ഉയർത്തി കുറഞ്ഞ സമയം നമുക്ക് കർത്താവിനോട് ചേർന്ന് നമുക്ക് ആരാധനയിലേക്ക് സ്തുതിയിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 14:2 ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. ദൈവം സദാസമയവും മനുഷ്യമക്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എന്ന് അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും, എന്നെ ശ്രമിക്കുന്ന എല്ലാവരും. സ്നേഹമുള്ളവരെ, ഇതാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സന്നദ്ധനായി നിൽക്കുന്ന ദൈവമാണെന്ന് ഈ കഴിഞ്ഞ സമയത്ത് സുവിശേഷങ്ങളോട് നാം ഇപ്രകാരം കേട്ടു. സങ്കീർത്തനം 145:18 ദൈവത്തിന്റെ വചനം പറയും പോലെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തരുടെ ആഗ്രഹം പോലും അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 അന്ധന്മാര് അവരെ ദാവീദിന്റെ പുത്രാനിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ ഇതാ കർത്താവ് നിന്ന് അവരെ ശ്രവിച്ച് അവരെ സുഖപ്പെടുത്തിയതായിട്ട് നാം കാണുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സമയം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ ചിന്തകളെ ഉയർത്തുകയാണ്. നാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഒരു പ്രത്യേകമായ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ദൈവത്തിലേക്ക് വരികയും ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരികയും ദൈവത്തിന്റെ മഹത്വം സ്തുതിക്കുന്ന വ്യക്തിയിൽ പ്രകടമാവുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ആദ്യം നമുക്ക് കർത്താവിനെ ഏറ്റുചൊല്ലി സ്തുതിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പുത്രനായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി മനസ്സും ഹൃദയവും ചിന്തയും ഓർമ്മയും ഭാവനയും ഈ ഒരു കുറഞ്ഞ സമയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിന്തയും ഓർമ്മയും ഭാവനയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല വികാരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൻ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്കാണ് അവിടെ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരം ജീവിക്കുന്ന അബ്രാഹത്തിന്റെ ദൈവത്തെ, ഇസ്ഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ തുറന്നു വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം ഇതാ നിന്റെ മുമ്പിൽ ഹൃദയം തുറന്ന് ഈ ഗാനത്തോട് ചേർന്ന് ഈ വലിയ സംഗീതത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ദൈവം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഗാനാലാപനത്തിലൂടെ. സ്തുതിക്കാം, 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 സ്തുതിക്കാം.
ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. എല്ലാവരും കൂടി സ്തുതിക്കാം, 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 സ്തുതിക്കാം. സ്തുതിക്കാം, 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 സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കാം, 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 സ്തുതിക്കാം. വീണ്ടും നമുക്ക് കാണാം, തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദയെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊവാബിയർ, സെയർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു. ഇവിടെ തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവത്തെ പാട്ടുപാടി സ്വതന്ത്രമായി സ്തുതിക്കുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ആ സമൂഹത്തിന് സംരക്ഷണം നൽകുന്നുവെന്നും, അഥവാ അവർക്കെതിരെ വരുന്ന ശത്രു സൈന്യങ്ങൾക്കെതിരെ ദൈവം കെണിയൊരുക്കി അവരെ രക്ഷിക്കുന്നുവെന്നുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ചേർന്ന് പാട്ടിനോട് ചേർന്ന് തന്നെ എല്ലാവരും തന്നെ പാട്ടിനോട് ചേർന്ന് ഗാനത്തിന്റെ രീതി അറിയാത്തവരും അല്ലാത്തവരും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് തിരുവചനം അടുത്ത വചനം നമ്മെ ഓർപ്പിക്കുന്ന പ്രകാരമാണ്. എലീശ പ്രവാചകൻ അദ്ദേഹം വളരെ അധ്വാനിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ആത്മീയ ചൈതന്യം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തില് 3-ാം അധ്യായത്തില് 15-ാം തിരുവചനം ഇപ്രകാരമാണ്: ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീശയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. ഇതാ അരുവിത്തടം ജലം കൊണ്ട് നിറയ്ക്കുമെന്ന് എലീശ പറയുമ്പോൾ വരണ്ട കാലാവസ്ഥയിലായിരുന്ന സാഹചര്യത്തില്, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട സാഹചര്യത്തില് അത്ഭുതകരമായിട്ട് എലീശയുടെ മേൽ കടന്ന് ആവസിച്ച പരിശുദ്ധാത്മാവ് ആ ശക്തി കൊണ്ട് ആ പ്രദേശത്ത് ഇഷ്ടം പോലെ ജലം കൊടുത്തു എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവസ്തുതിയിൽ ഗാനത്തിന് പാട്ടിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ഈ ഗാനത്തോട് നീ ചേരണം. നിന്റെ രീതിയോ നിന്റെ രൂപം നിന്റെ ട്യൂണോ ഒന്നും അല്ല ഇതിന് പ്രധാനം. നീ ആ ഗാനത്തോട് ചേരുക എന്നതാണ്. തുടർന്ന് നമുക്ക് അപ്പസ്തോലന്മാര് ശിഷ്യ സമൂഹം എല്ലാം സങ്കീർത്തനങ്ങൾ പാടി ഇതാ ജയിലിൽ കടന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. ആ സമയത്തും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടല്, പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ഇടപെടല് അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. സഹോദര, ഇന്നും ഏതൊരു സ്ഥലത്തും നീ ശ്രദ്ധിക്കണം, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, പാടുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യവും പ്രകടമായ അടയാളങ്ങൾ കാണാനായിട്ട് കഴിയുകയാണ്. സ്നേഹമുള്ളവര്, വീണ്ടും നമ്മൾ ഗാനം പാടിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. കരങ്ങള് യാചനാരൂപത്തിൽ പിടിച്ച്, അഥവാ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് കരങ്ങൾ അടിച്ച് സ്തുതിക്കാം. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാം. സ്തുതിക്കാം, 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 സ്തുതിക്കാം. പാടുക. സ്തുതിക്കാം, 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 സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം, 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 സ്തുതിക്കാം.
യുവാക്കന്മാര് ഇതാ ജയിലിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലും പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായതുപോലെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കുക. അപ്പസ്തോലന്മാരും പരിശുദ്ധ മാതാവും സ്തുതിച്ചാത്മാവാൽ നിറഞ്ഞ പോലെ ആത്മാവാൽ മുദ്രിതരാവാ ആനന്ദത്താൽ സ്തുതിച്ചു പാടാം. ആത്മാവാൽ മുദ്രിതരാവാ ആനന്ദത്താൽ സ്തുതിച്ചു പാടാം. എല്ലാവരും സ്തുതിക്കാം 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 സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം 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 സ്തുതിക്കാം. കരങ്ങള് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ക്ഷണം ശാന്തമാവാം. തിരുവചനം വീണ്ടും നമുക്ക് ശ്രവിക്കാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തില് ഇതാ ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അത് ഇപ്രകാരമാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 50 മുഴം ഉയരമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി തന്റെ രാജ്യത്തെ ജനം മുഴുവൻ അതിനെ ആരാധിക്കണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. സ്നേഹിതരെ, ഇവിടെ നാം കാണുകയാണ് ദാനിയേലും ദാനിയേലിന്റെ 3 സുഹൃത്തുക്കളായ യുവാക്കന്മാരും അവരെ ഈ കൽപ്പനയെ അവഗണിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഇതാ തന്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തയ്യാറാകുന്ന ഈ 3 യുവാക്കന്മാരെ നമുക്ക് കാണുക. പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 31-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു. ഇപ്രകാരം പരീക്ഷിക്കപ്പെട്ടവൻ ആരുണ്ട്? പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സുസ്ഥിരമായിരിക്കും, അവന്റെ സമൂഹം ബഹുമാനിക്കുമെന്ന്. സ്നേഹമുള്ളവർ, ഇവിടെ നമുക്ക് കാണുകയാണ് ഈ 3 യുവാക്കന്മാര് ഇവര് ദൈവത്തെ ഈ ബിംബത്തെ ആരാധിക്കാൻ തയ്യാറല്ല എന്ന ഒറ്റ കാരണത്താല് നെബൂഖദ്നേസർ രാജാവ് 40 മുഴം ഉയരമുള്ള വലിയ തീക്കുണ്ടയിലേക്ക് ഈ 3 യുവാക്കന്മാരെയും കൂടെ വലിച്ചെറിയുമ്പോൾ അവരുടെ പ്രത്യുത്തരം നാം ശ്രദ്ധിക്കുകയാണ്. അവർ പറയുകയാണ്, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ നശിക്കുമെന്നുള്ള ജീവിക്കില്ല എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് പോലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ ദൈവം സന്നദ്ധനാണ്, അവൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിനെ വെല്ലുവിളിക്കുന്നത് നാം കാണുകയാണ്. ഇതാ ഈ 3 യുവാക്കന്മാരും തീച്ചുളയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രതികൂലമായ സാഹചര്യം വന്നപ്പോഴത്തേനും അതിലേക്ക് നോക്കി അത് വലുതായി തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ മനസ്സിനെ ഇടിച്ച് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ച് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ല ഇതാ ഈ 3 യുവാക്കന്മാര്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ 3 യുവാക്കന്മാർ കടന്നു വരിക. അവരിതാ മുൻപോട്ട് ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ചു. ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാൻ സന്നദ്ധനായിക്കൊണ്ട് അവർ ദൈവത്തെ ഹൃദയം നിറഞ്ഞ് സ്തുതിക്കുന്ന ഒരു സ്ഥലമാണ് നാം ഇപ്പൊ കാണുക, ഈ തീച്ചുളയുടെ നടുത്തളം. ഈ തീച്ചുളയുടെ നടുത്തളത്തിൽ വെച്ച് അവർ സ്തുതിച്ചപ്പോള്, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോള് ദൈവം അത്ഭുതകരമായിട്ട് തന്റെ ദൂതനെ അയച്ച് അവർക്ക് തീച്ചുളയ്ക്കകത്ത് സംരക്ഷണം നൽകി എന്ന് വായിക്കുകയാണ്. മാത്രമല്ല, വൈകുന്നേരം നെബൂഖദ്നേസർ രാജാവ് വന്ന് നോക്കിയപ്പോൾ ഈ തീച്ചുളയ്ക്കകത്ത് 4 പേരെ കാണുന്നു. തീ അണച്ച് ഇവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ 3 പേര് മാത്രം. ഇതാ അവിടെ ഈ 3 യുവാക്കന്മാരെ അത്ഭുതകരമായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ദൂതനെ അയച്ച് സംരക്ഷിക്കുന്നത് നാം കാണുന്നത്. അവർ പ്രതികൂലമായ സാഹചര്യത്തില്, ജീവിതത്തിന്റെ തകർന്നു പോകുമെന്നുള്ള നിസ്സഹായമായ സാഹചര്യത്തില്, നിരാശാജനകമായ സാഹചര്യത്തിന് മുമ്പില് പ്രത്യാശയോടെ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനെ സ്തുതിച്ചപ്പോൾ ഇതാ അത്ഭുതകരമായിട്ട് അവർ വിടുവിക്കുന്നതായി കാണുകയാണ്.
സഹോദര സഹോദരി, എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ ഏതു വിധത്തിലുള്ള പ്രതിബന്ധത്തിന് മുന്നിലാണ് നിൽക്കുന്നതെങ്കിലും ഈ പ്രതിബന്ധത്തെ മുന്നിൽ കണ്ട് പർവ്വതീകരിച്ച് കാണാതെ അതിനേക്കാൾ ഒരു വലിയൊരു ദൈവം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ച് അവനെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെ മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ, മൂന്ന് യുവാക്കന്മാരോട് ചേർന്ന് നമുക്കും കർത്താവിനെ പാടി സ്തുതിക്കാം. എരിയുന്ന ജ്വലിയുന്ന തീച്ചൂളയ്ക്കുള്ളിലൂടന്ന സ്തുതി പാടി നടന്ന പോലെ, എരിയുന്ന ജ്വലിയുന്ന തീച്ചൂളയ്ക്കുള്ളിലൂടന്നവർ സ്തുതി പാടി നടന്ന പോലെ, ഇഴനിട്ട സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ, ഇരുളിട്ട സിംഹത്തിൻ കുഴിയിൽ നിന്നും ദാനിയേൽ ധീരനായി സ്തുതിച്ച പോലെ, സ്തുതിക്കാം 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 ഉച്ചത്തിൽ സ്തുതിക്കാം 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 സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം 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 സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഒന്ന് കർത്താവിന്റെ സന്നദ്ധയിലേക്ക് വലിച്ചെറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിൽ ഇടപെടാൻ സന്നദ്ധരായി നിൽക്കുന്ന കർത്താവ്, ഹൃദയ പരമാർത്ഥയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവം, നിന്നെ അനുഗ്രഹിക്കാനായിട്ട് സന്നദ്ധരായി നിൽക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് നിന്റെ മുമ്പിൽ ഒരു വഴിയുമില്ലെങ്കിലും പുതിയ വഴിവെട്ടി രക്ഷിക്കുന്നതിന്റെ ദൈവം, ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ ഉയർത്തുന്നത് സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഭാഷാവരുടെ വ്യക്തികൾ എല്ലാവരും ഭാഷാവരത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. Lord Jesus, anoint us now with your holy blood and Holy Spirit.
കർത്താവേ, അങ്ങയുടെ ഉന്നത നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് ഭൂലോകങ്ങൾ മുട്ടുകടക്കുന്ന യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, ശക്തി നൽകണമേ, വിടുവിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും അധരങ്ങളിലും ഹൃദയങ്ങളിലും അങ്ങയുടെ ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖപ്പെടുത്തുന്ന ദൈവമേ, ശക്തിപ്പെടുത്തുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ തൊടുന്ന ദൈവമേ. ഹല്ലേലൂയ. Lord Jesus, anoint us now with your holy blood and compassion. Hallelujah. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നിന്റെ നാമത്തിൽ രോഗികൾ സുഖം പ്രാപിക്കട്ടെ. നിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങൾ വഴിയട്ടെ. സകല പൈശാചിക പീഡകളും യേശുവേ നിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം, സ്തുതിച്ച് പാടാം. എല്ലാവരും ചേർന്ന് ഒന്ന് അനങ്ങി സ്തുതിക്കാം, 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 സ്തുതിക്കാം. എല്ലാവരും സ്തുതിക്കാം, 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 സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. അബ്രാഹത്തിൻ ദൈവത്തെ സ്തുതിക്കാം, ഇസ്ഹാക്കിൻ ദൈവത്തെ സ്തുതിക്കാം, യാക്കോബിൻ ദൈവത്തെ സ്തുതിക്കാം, ദാവീദിൻ പുത്രനെ സ്തുതിക്കാം. സ്തുതിക്കാം, 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 സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു ക്ഷണം ശാന്തതയിൽ നിന്റെ ഹൃദയവും മനസ്സും ചിന്തകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരു ക്ഷണം കൂടി കർത്താവിനെ മനസ്സുകൊണ്ട് സ്തുതിക്കാം. അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും അറിയുന്ന ദൈവമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നമ്മുടെ ദൈവകർത്താവ് ഇത്രയും സമീപസ്ഥനായിരിക്കുന്നത് പോലെ മറ്റ് സമീപസ്ഥനായിരിക്കുന്ന ദൈവമുള്ള മറ്റേത് ജനതയാണുള്ളതെന്ന് ഇതാ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അത്രമാത്രം നമുക്ക് സന്നിഹിതനാണ്. നാം ജീവിക്കുന്ന ദൈവത്തെയാണ് സ്തുതിക്കുക. അവിടുന്ന് നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് സന്നദ്ധനാണ്. നിന്റെ ഏത് പ്രശ്നങ്ങളിലും അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്കറിയാം, യോനാ പ്രവാചകൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ പായലുകളാൽ വരിഞ്ഞു മുറുകി തിമിംഗലത്തിന്റെ വയറ്റി കിടന്നപ്പോഴാണ് യോനായ്ക്ക് സുബോധം ഉണ്ടായത്. യോന ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഇതാ ക്ഷണനേരത്തിനുള്ളിൽ യോനായെ കൊണ്ട് ഈ നിനവയിലേക്ക് തിമിംഗലം ശബ്ദിച്ചു. ഇതാ സുഖപ്പെടുന്ന ദൈവം, വിടുവിപ്പിക്കുന്ന ദൈവം, പ്രതിബന്ധങ്ങളിൽ നിന്നെ വിടുവിപ്പിക്കുന്ന ദൈവം. ഒരു ക്ഷണം നമുക്ക് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ക്ഷണം ശാന്തതയിലായിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.